എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാഷ്യൂ നട്ട്സ് വെച്ചിട്ടുള്ള 2 റെസിപ്പീസാണ്. ഒന്ന് പെപ്പർ സോൾട്ടഡ് കാഷ്യൂ നട്ട്സും മറ്റേത് സ്പൈസി മസാല കാഷ്യൂ നട്ട്സും. നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ ഇത് രണ്ടും പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് പ്രിപ്പറേഷനിലേക്ക് പോവാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പെപ്പർ സോൾട്ടഡ് കാഷ്യൂ നട്ട്സ് ആണ്. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് 250 ഗ്രാം കാഷ്യൂ നട്ട്സ്, പെപ്പർ, 1/2 കപ്പ് സോൾട്ട്. ഒരു പാത്രം അടുപ്പത്ത് വെക്കുക, അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക, ചൂടാവുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഉപ്പ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കാഷ്യൂവിന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ, കണ്ടില്ലേ, ഈ കളറാകുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇത്രയും ഉപ്പിനകത്ത് കിടന്നാലും ഒരുപാട് ഉപ്പൊന്നും പിടിക്കത്തില്ല കേട്ടോ. നല്ല കറക്റ്റ് പരുവായൊന്ന് നോക്കാം നമുക്ക്. ഇത് കറക്റ്റ് ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. കുക്കായി കഴിഞ്ഞ് നമുക്ക് നട്ട്സ് മാത്രം വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. നട്ട്സ് എല്ലാം നമുക്ക് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുമ്പം ബാക്കിയുള്ള സോൾട്ട്സും കൂടെ അങ്ങ് റിമൂവ് ആവും. കണ്ടോ, പാത്രത്തിലേക്ക് വീഴുന്ന കണ്ടില്ലേ? ഇങ്ങനെ ബാക്കിയുള്ള സോൾട്ട്സും കൂടെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഈ നട്ട്സിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ പെപ്പർ സോൾട്ടഡ് കാഷ്യൂ നട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൈസി മസാല കാഷ്യൂ ഫ്രൈയുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. 250 ഗ്രാം കാഷ്യൂ നട്ട്സ്, പിന്നെ ബാക്കിയുള്ള പൊടികളെല്ലാം 1/4 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ്. ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, മുളക് പൊടി, കുറച്ച് കറിവേപ്പില, സൺഫ്ലവർ ഓയിൽ, ഗീ ആണെങ്കിൽ യൂസ് ചെയ്യാം. ആദ്യം കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. നട്ട്സും കൂടി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. കറിവേപ്പിലയിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനിയും പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്പൈസി മസാല കാഷ്യൂനട്ട് ഫ്രൈയും റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.